നമ്മളിൽപ്പെട്ട 11 പേരാണ് ഒരുപക്ഷെ രാജ്യത്ത് നിന്ന് പോയവരിൽ 49 പേരുടെ മരണവാർത്തയിൽ 41 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 11 പേർ മലയാളികളാണ്. ആ 11 പേരെയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ നിമിഷം എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ചികിത്സയിൽ കഴിയുന്ന 7 പേരുടെ നില ഇന്നലെ ഗുരുതരമായിരുന്നു. പക്ഷേ അവരിൽ പലരും ഇന്നിപ്പോൾ സ്റ്റേബിളായി എന്നൊരു ആശ്വാസ വാർത്ത എത്തുന്നുണ്ട്. പക്ഷേ അല്പം ആശങ്കപ്പെടുത്തുന്നത് ഈ മരിച്ചവരിൽ കൂടുതൽ മലയാളികൾ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. കോട്ടയത്ത് നിന്നും പ്രവീണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോട്ടയത്ത് പാമ്പാടി സ്വദേശിയായ സ്റ്റീഫൻ എബ്രഹാമിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പ്രവീണയുള്ളത്. പ്രവീണ, സ്റ്റീഫൻ്റെ മരണവാർത്ത വീട്ടുകാരൊക്കെ അറിഞ്ഞിരുന്നു. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ആ പ്രദേശത്തേക്ക് ഇന്നലെ തന്നെ വന്നിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ആ വാർത്ത പലരും സ്ഥിരീകരിച്ചിരുന്നു, വീട്ടുകാരെ അറിയിച്ചിരുന്നു. അവരിപ്പോൾ മെൻ്റലി പ്രിപ്പയർഡ് ആയോ? അരുൺ, ഈ വീടിൻ്റെ 2ാമത്തെ നിലയിലാണ് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ അവർ പുതിയ വീട് വയ്ക്കുന്നുണ്ട്. 6 മാസം മുൻപാണ് നാട്ടിൽ വന്നു പോയത്. കല്യാണം ഉറപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇനി വരുന്ന സമയത്ത് കല്യാണം നടക്കുകയും അതുപോലെ തന്നെ വീടിൻ്റെ കയറി താമസം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ബന്ധു കൂടെ ചേരുന്നുണ്ട്. എപ്പോഴാണ് വീട്ടുകാരെ അറിയിച്ചത് ഈ വിവരം? ഞങ്ങൾ ഇന്നലെ ഉച്ച കഴിഞ്ഞ് പോലെ ആകാംക്ഷയിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ. എന്നാൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ശുഭവാർത്ത കേൾക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കാത്തിരുന്നത്. ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നാൽ വൈകാറായപ്പോഴത്തേക്ക് വിവരങ്ങൾ അറിഞ്ഞെങ്കിലും അപ്പനോടും അമ്മയോടും പറയാനുള്ള ഒരു വലിയ പ്രയാസം ഞങ്ങൾ കുറേ സമയങ്ങൾ പോയി. അവസാനം ഇളയ മോന് സ്റ്റെഫിൻ്റെ അനിയൻ അവിടെ തന്നെ ഉണ്ട്. അപ്പം അവരെല്ലാവരും അനിയൻ ലാസ്റ്റ് പറഞ്ഞു പപ്പായോടും മമ്മിയോട് പറയാൻ പറഞ്ഞു. പക്ഷെ പറയാനൊരു വിഷമം, കാരണം അവരത്രയ്ക്കൊരു പിന്നെ എന്താ ഇപ്പോൾ അമ്മയച്ഛനും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ? ഇവിടെ അമ്മയച്ഛനും മാത്രമേ ഉള്ളൂ. എപ്പോഴേക്ക് കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? അവിടെ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ബോഡി മിക്കവാറും ശനിയാഴ്ച വരുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത്. സ്വന്തം വീടല്ലല്ലോ, സ്വന്തം വീട്. ഇത് വാടകയ്ക്കാണ്. അവരിപ്പോൾ വസ്തു മേടിച്ച് വീട് വെച്ച് ഇവിടെ MG സ്കൂളിൻ്റെ അടുക്കൽ. അതിൻ്റെ പണി മിക്കവാറും എല്ലാം തീർന്നു വരിക. ഇപ്പം അടുത്ത മാസം അവസാനത്തോടെ സ്റ്റെഫിൻ വരാനായിരുന്നു. സ്റ്റെഫിൻ വന്നു കഴിഞ്ഞിട്ട് വീടിൻ്റെ കയറി താമസവും വിവാഹവും ഒക്കെ നടത്തണം എന്നുള്ളൊരു താല്പര്യത്തിൽ നിൽക്കുകയായിരുന്നു. വിവാഹം ഉറപ്പിച്ചിരുന്നു? വിവാഹം എല്ലാം ഒരു ധാരണയിലെത്തിയതാണ്. എങ്ങനെയായിരുന്നു? ഇവിടെ തന്നെയല്ലേ പഠിച്ചത്? ആറിയിട്ടിലായിരുന്നു പഠിച്ചതെന്ന് തോന്നുന്നു അല്ലേ? ഇവിടെയാണ് പഠിച്ചിരുന്നത് കുട്ടികൾ. അവർ കൊച്ചു പിള്ളേരായിട്ട് ഇവിടെ ഇവർ ബേസിക്കലി അയ്മനങ്കരാണെങ്കിലും ബിസിനസ്സോട് ബന്ധത്താണ് ഇവിടെ വന്ന് സെറ്റിലായത്. അതിന് ഞങ്ങളുടെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. യൂത്ത് ആക്ടിവിറ്റീസ്, സഭയുടെ സകല കാര്യം, കീബോർഡിസ്റ്റ് ആയിരുന്നു. അതുപോലെ യൂത്ത് ആക്ടിവിറ്റീസ്, VBS, സകല കാര്യങ്ങളിലും വളരെ മുമ്പിലുണ്ടായിരുന്നു. തന്നെയല്ല, വളരെ ഹെൽപ്പിംഗ് ഫാമിലി ആയിരുന്നു. ഇല്ല, ഒരു കുടുംബമായിട്ട് തന്നെ അങ്ങനെ അനേകർക്ക് ഒരു ആശ്വാസവും സന്തോഷവും, സഭയ്ക്കും ആർക്കും എന്തെങ്കിലും കാര്യമുണ്ട് അവിടെ എല്ലാം ഓടിയെത്തുന്ന. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ. കീബോർഡ് വായിക്കുന്ന ആളായിരുന്നു, പഠിക്കാൻ മിടുക്കനായിരുന്നു. അതുപോലെ തന്നെ സഭയുമായി ബന്ധപ്പെട്ട് യുവജന പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരുന്ന ആളായിരുന്നു. അടുത്ത മാസം അവസാനത്തോടു കൂടി വരുമ്പോൾ വിവാഹം കൂടി നടത്തി പുതിയ വീട്ടിലേക്ക് താമസം മാറാനിരിക്കുകയായിരുന്നു. 6 മാസം മുൻപ് വന്നു പോയ ഒരാളാണ്. ഇന്നലെ അപ്രതീക്ഷിതമായി ഒരു വിയോഗ വാർത്ത അറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ പുറത്തേക്ക് നമുക്കറിയാം, അച്ഛനും അമ്മയുമാണ്. സ്വാഭാവികമായും മൂത്ത മകൻ്റെ മരണം അവരെ ആകപ്പാട് ഉലച്ചിരിക്കുന്നു. അത് ഈ തൊട്ടടുത്ത നാട്ടുകാരെയും, വാടകയ്ക്കാണ് താമസിക്കുന്നതെങ്കിൽ പോലും തൊട്ടടുത്ത ആൾക്കാരെ പോലും അത് ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. വളരെ വേദനിപ്പിക്കുന്നതാണ് പ്രവീണ.